പുതിയ BJP പ്രസിഡന്റ് അദ്ദേഹം RSSകാരനല്ല എന്നൊരു കാര്യമുണ്ട്. RSSൻ്റെ മറ്റൊരു സംഘടനയായിട്ടുള്ള അഖിൽ ഭാരത വിദ്യാർത്ഥി പരിഷത്തും പിന്നെ BJPയുടെ യുവമോർച്ചയിലുമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ഇതിനു മുമ്പുള്ള എല്ലാ BJP പ്രസിഡന്റുമാരും RSSകാരായിരുന്നു. RSSൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു പൊതുമുഖം എന്നുള്ളതാണ് BJP. അതിൽ BJPയിൽ ആര് വരുന്നു ആര് പോകുന്നു എന്നുള്ളത് RSSനെ സംബന്ധിച്ചത്ര വലിയൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. വാർത്തയിലുള്ളത് ബൗങ്തിയുടെ പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. BJPക്ക് ഇന്നൊരു പുതിയ പ്രസിഡന്റ് BJPയിൽ അധികാരമേറ്റിരിക്കുകയാണ്. ബീഹാറിൽ നിന്നുള്ള നിയമസഭാംഗമായ നിതിൻ നബീനാണ് പുതിയ BJP പ്രസിഡന്റ്. അദ്ദേഹം കഴിഞ്ഞ മാസം പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്നലെ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പ്രസിഡൻ്റായി ഇന്ന് അദ്ദേഹം ചാർജ് ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള BJPയുടെ നേതാവാണ്. അദ്ദേഹം നിതീഷ് കുമാറിൻ്റെ മന്ത്രിസഭയിലെ PWD മന്ത്രിയാണ് BJP പ്രതിനിധീകരിച്ചിട്ട്. അദ്ദേഹം 45 വയസ്സ് മാത്രമുള്ള അദ്ദേഹം BJPയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനാണ്. JP നദ്ദ എന്ന നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ടീമിൽ നിന്നാണ് പുതിയ അതിനുശേഷം വരുന്ന തലമുറയിൽ നിന്നുള്ള ആളാണ് നിതിൻ നബീൻ. BJPയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൂന്നാം തലമുറയാണ്. അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഒക്കെയുള്ള ഒരു തലമുറ അവർ പ്രാക്ടിക്കലി റിട്ടയർ ചെയ്ത് BJPക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ മാർഗദർശക മണ്ഡലത്തിലേക്ക് മാറി. അതിനുശേഷം വന്നവരുടെ തലമുറയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഉള്ള ഒരു തലമുറ. അടുത്ത തലമുറയിലേക്ക് വേണ്ടി ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അക്കാര്യം പറഞ്ഞു. പാർട്ടിയുടെ അടുത്ത 25 വർഷത്തേക്ക് പാർട്ടിയുടെ ലെഗസി കൊണ്ടു നടക്കാൻ ഉത്തരവാദിത്തമാണ് പുതിയ പ്രസിഡന്റിന് എന്ന്. നമുക്കറിയാം BJP പ്രസിഡന്റ് JP നദ്ദയുടെ കാലാവധി 2024 അവസാനിച്ചതാണ്. ഏകദേശം ഒരു വർഷത്തോളം എടുത്ത് BJPക്ക് ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ. BJPയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന സംഘപരിവാരത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ പ്രസിഡന്റ് ആരാണ് എന്നുള്ളതൊരു വളരെ പരമപ്രധാനമായ ഒരു കാര്യമല്ല. കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം BJP അവരുടെ ഒരു രാഷ്ട്രീയ ടൂൾ മാത്രമാണ്. RSSൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു പൊതുമുഖം എന്നുള്ളതാണ് BJP. അതിൽ BJPയിൽ ആര് വരുന്നു ആര് പോകുന്നു എന്നുള്ളത് RSSനെ സംബന്ധിച്ചത്ര വലിയൊരു പ്രധാനപ്പെട്ട കാര്യമല്ല. അത് RSS പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്. RSSന് വേണമെങ്കിൽ BJPയിൽ കൂടി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും, വേണ്ടി വന്നാൽ കോൺഗ്രസിൽ കൂടി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഓർക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കറിയാം അയോധ്യ മൂവ്മെൻറ്റിൻ്റെ എല്ലാ സമയത്തും RSSനും BJPക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് പലപ്പോഴും കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴാണ് അയോധ്യയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പൂട്ടിയിരുന്ന പൂട്ട് പൊളിച്ച് അവിടെ ശിലാന്യാസത്തിന് സൗകര്യമൊരുക്കി കൊടുത്തത്, അതിനാവശ്യമായ കോടതി ഉത്തരവുകൾക്ക് ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുത്തത്, അതിനുശേഷം ഇന്ത്യ രാജ്യം മുഴുവൻ നടന്ന ശ്രീ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രക്തരൂഷിതമായിട്ടുള്ള അയോധ്യ യാത്ര ഫെസിലിറ്റേറ്റ് ചെയ്തത് അതിൻ്റെ പിറകിൽ അതിൻ്റെ കാരണക്കാരായവരിൽ കോൺഗ്രസ്സുകാരുണ്ട്. അന്ന് അതിനെ തടയാൻ ശ്രമിച്ച VP സിംഗ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്ന കൂട്ടത്തിൽ BJPക്കൊപ്പം കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് VP സിംഗിൻ്റെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. LK അദ്വാനിയുടെ രഥയാത്രയെ തടഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലായിരുന്നു BJP ശ്രീ VP സിംഗിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതും കോൺഗ്രസിൻ്റെ കൂടി വോട്ടോടുകൂടി അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതും VP സിംഗ് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാര്യത്തിൽ വളരെ ലിബറലാണ്. RSSന് ജമ്മു കാശ്മീരിൽ PDPയുമായി അവിടുത്തെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയുമായി ചേർന്ന് അവിടെ അധികാരത്തിൽ വരാം. തെക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ അവിടുത്തെ പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് അധികാരത്തിൽ വരാം. RSSനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. അവരുടെ ഐഡിയോളജി അതൊരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിലവർ മതം ഉപയോഗിക്കും, ജാതി ഉപയോഗിക്കും, വർഗീയത ഉപയോഗിക്കും. പക്ഷേ ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഇതെങ്ങനെയായിരിക്കണം? 140 കോടി മനുഷ്യരില്ല, 140 കോടി മെഷീനാണ് RSSനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തുള്ളത്. അപ്പോൾ അതിൽ ഏത് മെഷീൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല.
നമ്മൾ BJP-യിൽ നടന്ന ഒരു അധികാര വടംവലിയുടെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 വർഷത്തോളം എടുത്ത് BJP-ക്ക് ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടി. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതല്ല. RSS BJP-യിൽ ഇപ്പോൾ നരേന്ദ്രമോദി, അമിത്ഷാ ആ ദ്വന്ദ്വത്തിൻ്റെ അവരുടെ ഒരു സ്ട്രാങ്കിൾ ഹോൾഡ് ആ പാർട്ടിക്ക് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ RSS-ന് വളരെ എളുപ്പം പിന്നെ ഒരു പുതിയ സാരഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അടിസ്ഥാനപരമായി BJP-യിൽ ആര് വരുന്നു, ഏത് പദവി അലങ്കരിക്കുന്നു എന്നുള്ളതെല്ലാം RSS-ൻ്റെ അജണ്ട നടപ്പാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നത് അവിടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പറഞ്ഞു കേൾക്കുന്ന പേരുകളല്ല. ഇപ്പോൾ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി എടുത്താലും, ഒഡീഷയിലെ മുഖ്യമന്ത്രി എടുത്താലും, രാജസ്ഥാനിലെ മുഖ്യമന്ത്രി എടുത്താലും, ഹരിയാനയിലെ മുഖ്യമന്ത്രി എടുത്താലും, ഇവരൊക്കെ അന്ന് വരെ നമ്മൾ കേൾക്കാത്ത ആളുകളാണ് പലപ്പോഴും മുഖ്യമന്ത്രിമാരും പാർട്ടിയിലെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് വരുന്നത്. ഇവരാരും മോശക്കാരാണെന്നുള്ള അഭിപ്രായമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും കേൾക്കണമെന്നില്ല. മുൻനിരക്കാരായി വളരെ കാലം രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പകരം പുതിയ ആളുകളെ രംഗത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഈ പുതിയ സ്ഥാനലബ്ധി ലബ്ധി ഉള്ളവർ അവർ തീർച്ചയായിട്ടും നേതൃത്വത്തോട് കടപ്പെട്ടിരിക്കും. അവരുടെ സ്ഥാനത്തിന് അവരുടെ പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ അവർ നേതൃത്വത്തിൻ്റെ ചോയ്സാണ് എന്നുള്ള തോന്നൽ അവരുടെ തലയ്ക്ക് പിറകിൽ ബാക്കി നിൽക്കുക. അപ്പോൾ അത് വളരെ എളുപ്പമാണ് അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഈ ഒരു പാറ്റേൺ നമ്മൾ വളരെ കുറച്ച് കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത് BJP-യിൽ. അത് RSS-ൻ്റെ അജണ്ട നടപ്പാക്കിയെടുക്കുക എന്നുള്ള BJP-യുടെ ഉത്തരവാദിത്വം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് BJP-യിൽ സ്ഥാനലബ്ധിക്കുള്ള ഒരേ ഒരു കാരണം. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പാർട്ടിക്ക് BJP-ക്കോ RSS-നോ അവരുടെ അജണ്ട വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ അവർ പരീക്ഷിക്കുന്നത് പുതിയ മുഖങ്ങളെ കൊണ്ടുവന്ന് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അണ്ണാമലൈ എന്ന് പറയുന്ന അണ്ണാമലൈ എന്ന് പറയുന്ന IPS ഓഫീസറെ കൊണ്ടുവന്ന് അയാൾ ഒരിടത്തു നിന്നും പാർട്ടിയിൽ നേരത്തെ പ്രവർത്തിച്ചതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അയാൾ വളരെ പെട്ടെന്ന് വന്ന് BJP-യുടെ തമിഴ്നാട് ഘടകം പ്രസിഡൻ്റാകുന്നു. BJP സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ പയറ്റാറുള്ള എല്ലാത്തരം മതവർഗീയ അജണ്ടകളും എടുത്ത് പുറത്തു വെക്കുന്നു. നമ്മുടെ നാട്ടിലിപ്പോൾ നമുക്ക് കാണുന്നത് പോലെ അവിടെയും ഇല്ലാത്ത പ്രശ്നങ്ങൾ മതത്തിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കി അതിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. അവിടെ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ദൈവം മുരുകനാണ്. മുരുകൻ്റെ പേരിൽ ഒരു യാത്ര നടത്തുന്നു. പക്ഷേ എന്തോ തമിഴ്നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗിമ്മിക്കുകളൊന്നും വിലപ്പോയില്ല. അവരെ സംബന്ധിച്ചുള്ള അവർ ദ്രവീഡിയൻ പൈതൃകത്തിൻ്റെ ഉടമകളാണ് എന്നുള്ള വലിയ അഭിമാനബോധം അവർക്കുണ്ട്. അപ്പോൾ അവർ ഈ വർഗീയതയ്ക്ക് അത്രയധികം എളുപ്പം അവർ വഴങ്ങിക്കൊടുത്തില്ല. സത്യത്തിൽ അണ്ണാമലൈ ഒരു വ്യത്യാസവും ഉണ്ടാക്കാതെ ചിത്രത്തിൽ നിന്ന് മാറി 20% വരെ വോട്ട് BJP-ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ വോട്ട് ശതമാനം എത്ര നിലനിർത്താൻ വേണ്ടി പറ്റും? അത് സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള ഒരു നമ്പറാക്കി മാറ്റാനോ അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ ഒരു നേട്ടം കൊയ്യാനോ ആ പാർട്ടിക്ക് പറ്റാത്ത അവസ്ഥയുണ്ട്. എന്നിട്ട് അവസാനം അണ്ണാമലയെ മാറ്റി അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു പഴയ പ്രസിഡൻറ്റിനെ കൊണ്ടുവന്ന് വെക്കേണ്ടി വന്നു. അപ്പോൾ കേരളത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നടന്നുകൊണ്ടിരുന്നതായിട്ട് കാണുന്നുണ്ട്. കേരളത്തിൽ ഉള്ള സാധാരണഗതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതാക്കന്മാരെ മാറ്റിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള വ്യവസായിയും. അദ്ദേഹം ഒറിജിനലി മലയാളിയാണ്. പക്ഷേ അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചിട്ടേ ഇല്ല. അദ്ദേഹം കർണാടകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം. കർണാടകത്തിൽ നിന്നുള്ള MP ആയിരുന്നു. അദ്ദേഹം നമ്മൾ സാധാരണ ഉദ്യോഗത്തിലൊക്കെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പോലെയാണ്. അദ്ദേഹം BJP-ക്കാരനായിട്ട് തന്നെ അധികം സമയമായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് അവരോധിച്ചിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് BJP-യെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഐഡിയോളജിയുടെ ഒരു പ്രത്യേകതയാണ്. ആര് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതല്ല, ആരെക്കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യം. പുതിയ BJP പ്രസിഡൻറ്റ് അദ്ദേഹം RSS-കാരനല്ല എന്നൊരു കാര്യമുണ്ട്. RSS-ൻ്റെ മറ്റൊരു സംഘടനയായിട്ടുള്ള അഖിൽ ഭാരത വിദ്യാർത്ഥി പരിഷത്തും പിന്നെ BJP-യുടെ യുവമോർച്ചയിലുമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ഇതിനു മുമ്പുള്ള എല്ലാ BJP പ്രസിഡന്റുമാരും RSS-കാരായിരുന്നു. ഇപ്പം LK അഡ്വാനി തുടങ്ങി JP നദ്ദ വരെ നിതിൻ ഗഡ്കരി വരെയുള്ള ആളുകൾ RSS-കാർ കൂടിയായിരുന്നു. അതേസമയം ഇദ്ദേഹം RSS-ൻ്റെ സജീവ പ്രചാരകനായിരുന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഒരു വ്യത്യാസമുണ്ടാകും എന്നുള്ളതല്ല. അദ്ദേഹം ABVP-ലും ഭാരതീയ ജനതാ യുവ മോർച്ചയിലുമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ഈ അമിത്ഷാ നരേന്ദ്രമോദി നേതൃത്വം ഉണ്ടാക്കിക്കൊടുത്ത ലെഗസി
രാഷ്ട്രീയ നേട്ടം, രാഷ്ട്രീയ അധികാരം അത് നിലനിർത്തുകയും അത് കൂടുതൽ കാലത്തേക്ക് കൂടുതൽ നിലനിർത്തുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്നുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ പീക്കിലാണ് ഇപ്പോൾ BJP നിൽക്കുന്നത്. ഇന്ത്യയിലെ 18ഓളം സംസ്ഥാനങ്ങളിൽ അവർ നേരിട്ട് തന്നെ ഭരണം നടത്തുന്നുണ്ട്. കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അദ്ദേഹം ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2029 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വീണ്ടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദ്ധതിയിൽ ഒന്നാമത്തെ ഇനം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP നേടുന്ന തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, വോട്ട് യന്ത്രം കൊണ്ടാണ് എന്നുള്ള ഒരു കഥ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ടെക്നിക്കാലിറ്റീസിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ അതില്ലാതെ തന്നെ എങ്ങനെയാണ് മനുഷ്യരെ അവരുടെ ഐഡിയോളജിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യത്തിൽ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ RSSനും BJPക്കും അവർ വലിയ മാതൃകകളാണ്. 24/7 എന്ന മട്ടിലാണ് അവർ 24 മണിക്കൂറും എന്ന നിലയ്ക്കാണ് RSS BJP അക്കാര്യത്തിൽ പ്രവർത്തിക്കുക. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാൽ, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 2027 ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. 2025 തന്നെ അതിനുള്ള പണികൾ അവർ തുടങ്ങിയിട്ടുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തേക്കും വളരെ കൃത്യമായ പദ്ധതികൾ ഉണ്ടാക്കിയിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മറ്റ് പല രാഷ്ട്രീയ പാർട്ടികൾക്കും, അതിപ്പോൾ ഈ കോൺഗ്രസ് ആവട്ടെ, പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോലും ആകട്ടെ, അവർക്ക് പോലും അത്ര നല്ല ഒരു ആസൂത്രണമോ മുൻകാഴ്ചയോ ഈ കാര്യത്തിലേക്ക് ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, BJP ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ അവർ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പൊതു തെരഞ്ഞെടുപ്പല്ല, 140 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതായത് 140 തെരഞ്ഞെടുപ്പാണ്. ആ 140 തെരഞ്ഞെടുപ്പിൽ 140 സ്ട്രാറ്റജിയാണ് RSS BJPക്ക് ഉണ്ടാവുക. അത് ഒരൊറ്റ സ്ട്രാറ്റജി അല്ല. എല്ലായിടത്തും അവർ ഒരേ ടാക്ടിക് അല്ല പ്രയോഗിക്കുന്നത്. പലപ്പോഴും കേരളത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള മതനിരപേക്ഷ സ്വഭാവം കൊണ്ട് BJPക്ക് അത്രയധികം മുമ്പോട്ട് പോകാൻ പറ്റണമെന്നില്ല. പക്ഷേ അവർ ചെയ്യുന്നത് ഓരോ നിയോജക മണ്ഡലത്തിലും എങ്ങനെ ആ പാർട്ടിക്ക് വോട്ട് കൂടുതലുണ്ടാക്കാം, ലോങ് ടേമിലേക്കാണ് അവർ പ്ലാൻ. ഈ പ്രാവശ്യം 20,000 കിട്ടി, അടുത്ത പ്രാവശ്യം 30,000 കിട്ടി, അടുത്ത പ്രാവശ്യം എങ്ങനെ ഒന്നാമതെത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഓരോ വോട്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അത് നടത്തുന്നത്. നമ്മളിപ്പോൾ തൃശ്ശൂർ എങ്ങനെയാണ് BJP ജയിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏകദേശം 80,000 വോട്ടുകൾ ആ മണ്ഡലത്തിൽ പുതുതായിട്ട് ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് BJP ആസൂത്രണം ചെയ്യുന്നത്, തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെയും ഉള്ള RSS BJPയുടെ പ്ലാനിങ്ങിനെ പുതിയ നിരത്തിലേക്ക്, ഇപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ നിലനിർത്തുകയും പുതുതായി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും പുതിയ പ്രസിഡൻറ്റിൻ്റെ ഉത്തരവാദിത്തം. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ ചില കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. 2047 ആകുമ്പോഴത്തേക്കും ഒരു വികസിത ഭാരതം അങ്ങനൊരു മുദ്രാവാക്യം BJP ഇതിനകം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വികസനത്തിൻ്റെ പ്രശ്നം പലപ്പോഴും നമുക്കറിയാം, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുടെ, കേന്ദ്ര സർക്കാരിൻ്റെ പണമോട്ടൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുടെ കാര്യം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ അത് മനുഷ്യരുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണപരമായ വ്യത്യാസം വരുത്തുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കഥകൾ കേൾക്കാറില്ല. നമ്മൾ ഏറ്റവും അവസാനം കേട്ടത് BJP എത്രയോ 30 വർഷമായിട്ട് ഭരിക്കുന്ന, അതിൽ കൂടുതൽ വർഷമായി ഭരിക്കുന്ന ഗുജറാത്തിൽ നിന്നും ലക്ഷക്കണക്കിന് കുട്ടികൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുത്താൻ പറ്റുന്നുണ്ട് ആ പാർട്ടിക്ക് എന്നുള്ള ചോദ്യം നമ്മൾ പലപ്പോഴും ഉയർത്താറില്ല. അതാരും ഉയർത്തി കേൾക്കാറില്ല. അതിന് ഉത്തരം ഈ പാർട്ടി പറഞ്ഞും നമ്മൾ കേൾക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് മതം വാരി വിതറിയാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നുള്ളൊരു തോന്നൽ BJPക്ക് ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ആ തന്ത്രം അധികം വിജയിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതിരുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പിൽ പറയാത്തത്ര വർഗീയത ഇന്ത്യയുടെ അസംബ്ലി മണ്ഡലങ്ങൾ, പാർലമെൻറ്റ് മണ്ഡലങ്ങൾ തോറും നടന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അത് എത്രത്തോളം ഇനി അങ്ങോട്ട് വിജയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം മതം മാത്രം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം വരും. ഇപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിലെ 80% മനുഷ്യർ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ്. അവരിലധികം സെക്കുലറായിട്ടുള്ള മനുഷ്യരാണ്, മതനിരപേക്ഷ മനുഷ്യരാണ്. പക്ഷേ
അവരോട് പോലും ഇന്ത്യയിൽ ഹിന്ദുമതം അപകടത്തിലാണ് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനും വോട്ട് വാങ്ങാനും അധികാരത്തിലെത്താനും നരേന്ദ്രമോദിക്കും BJPക്കും പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് അടുത്ത തലമുറയോട് ഇത് തന്നെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അതായിരിക്കും എനിക്ക് തോന്നുന്നു പുതിയ പ്രസിഡൻറ്റിൻ്റെ വെല്ലുവിളി. കാരണം ടെക്നോളജി വരുന്നു, കാര്യങ്ങൾ മനുഷ്യർ അറിയുന്നു. ഇപ്പോൾ മതം മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ മതവിശ്വാസം മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ മതവിശ്വാസത്തെ മാത്രം മുൻനിർത്തി അത് അപകടത്തിലാണ് എന്ന് പറഞ്ഞ് മാത്രം വോട്ട് പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം ഈ പാർട്ടി നേരിടും. BJPയുടെ ഇന്ന് വരെയുള്ള 1980-ലാണ് പാർട്ടി ഉണ്ടായത്. അതായത് ഈ പുതിയ പ്രസിഡൻറ്റിൻ്റെ അതേ പ്രായമാണ് ആ പാർട്ടിക്ക്. ഇത്രയും കാലം അവർ മുന്നോട്ട് വെച്ച BJP തുടങ്ങുമ്പോൾ അവർ ഗാന്ധിയൻ സോഷ്യലിസം എന്നുള്ള ഒരു ഐഡിയയിലാണ് ആദ്യം തുടങ്ങിയത്. അടൽ ബിഹാരി വാജ്പേയി പ്രസിഡൻ്റായ BJP ആദ്യത്തെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്നുള്ളത് ഗാന്ധിയൻ സോഷ്യലിസം എന്നുള്ളതാണ്. ഗാന്ധി സോഷ്യലിസം ഈ രണ്ട് വാക്കുകളും സാധാരണഗതിയിൽ RSSനെ പോലെയുള്ള ഒരു ഫാഷിസ്റ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് ഗാന്ധിയും സോഷ്യലിസവും. മതനിരപേക്ഷതയുടെയും സമഭാവനയുടെയും മുദ്രാവാക്യങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് BJP തുടങ്ങിയത്. പക്ഷെ വളരെ പെട്ടെന്ന് പാർട്ടി ആ മുദ്രാവാക്യം ഒഴിവാക്കുകയും ഹിന്ദുത്വ മുദ്രാവാക്യത്തിലേക്ക് മാറുകയും ചെയ്തു. അത് ഇലക്ടറലി തെരഞ്ഞെടുപ്പ് വിജയം നേരിടാൻ ആ പാർട്ടിയെ വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മുടെ നാട്ടിൽ അത് എത്രത്തോളം ചിലവാകും എന്നുള്ള വലിയ വെല്ലുവിളിയുണ്ട്. അത് ചിലപ്പോൾ ഇനിയും അത് സാധ്യമാകും. കാരണം സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത മനുഷ്യർ ഇത്തരം മതം മാത്രം മുൻനിർത്തിയുള്ള മുദ്രാവാക്യങ്ങളിൽ മുഴുകിപ്പോകും. അതേസമയം ചെറുപ്പക്കാർ എത്രത്തോളം മതം ഒരു സ്വകാര്യ മൂല്യമായിട്ട് ലോകത്തിലെല്ലായിടത്തും എത്രയോ നൂറ്റാണ്ടുകളായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മതത്തിന് അതിൻ്റേതായ ജീവിതത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ മതത്തിന് അതിൻ്റേതായ പങ്കുണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് രാഷ്ട്രീയത്തേക്ക് നമ്മുടെ നാടെങ്ങനെ ഭരിക്കപ്പെടണം, നമ്മുടെ അജണ്ടകൾ എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ മതത്തിന് എന്ത് റോളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നാൽ BJP അതിൻ്റെ സ്ട്രാറ്റജികൾ മാറ്റി നിർത്തേണ്ടി വരും. അതല്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് വന്നാലും അവർക്ക് ഒരു മതപരമായ അജണ്ട മുമ്പോട്ട് വെക്കാം. അത് കാണിച്ച് മനുഷ്യരുടെ വോട്ട് പിടിക്കാം. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് പിടിക്കാൻ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് ഭരണമോ അല്ലെങ്കിൽ ഭരണം കൊണ്ടുവരുന്ന വികസനമോ അല്ല എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം. ഇതിനു മുമ്പുണ്ടായിരുന്ന BJP 1999 മുതൽ 2004 വരെ ഭരിച്ച സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ 4 വലിയ റോഡുകൾ. ഇപ്പോഴും ആ റോഡുകൾ നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട നാഡീജനമ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു. ആ റോഡുകൾ കൊണ്ടുവന്നു ഇന്ത്യ തിളങ്ങുന്നു എന്നൊരു മുദ്രാവാക്യം കൊണ്ടുവന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം വികസനം എന്നുള്ളത് വോട്ട് കൊണ്ടുവരില്ല എന്നുള്ള കാര്യം അന്ന് BJP പഠിച്ചു. അതിനുശേഷമാണ് ഹിന്ദുത്വ ആശയങ്ങൾ മാത്രം മുമ്പോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു അവസ്ഥ വന്നത്. ഈ പുതിയ പ്രസിഡൻറ്റിൻ്റെ സമയമെന്നുള്ളത് ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. മതമല്ലാതെ മറ്റെന്താണ് RSS BJP മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു പംക്തിയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് അതിൻ്റെ വൈവിധ്യത്തിനെതിരെ നേരിടുന്ന RSS BJP ഉയർത്തുന്ന വെല്ലുവിളിയാണ്. നമ്മുടെ നാട്ടിലെ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്ന ഒരു നയം കേന്ദ്ര സർക്കാരിനുണ്ട്. മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ എങ്ങനെയാണ് BJP അവരുടെ കാര്യസാധ്യത്തിനുവേണ്ടി ഉപയോഗിക്കുന്നുള്ളതിനെക്കുറിച്ച് വളരെയധികം ആക്ഷേപങ്ങളുണ്ട്. പലപ്പോഴും ജുഡീഷ്യറിയെ പോലും വരുതിക്ക് നിർത്താൻ വേണ്ടി BJPക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള വാദം നമ്മൾ അന്തരീക്ഷത്തിൽ ഉയർന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പം ഈ നമ്മുടെ ജനാധിപത്യ സംവിധാനം വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമയത്താണ് BJPക്ക് ഒരു പുതിയ അധ്യക്ഷൻ വരുന്നത്. അദ്ദേഹം എങ്ങനെയായിരിക്കും പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്, പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികൾ എന്തായിരിക്കും, മനുഷ്യർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മളിനി അങ്ങോട്ടുള്ള സമയം എന്നുള്ളത് BJP RSSനെ സംബന്ധിച്ചിടത്തോളം അവർ കേന്ദ്ര സർക്കാരിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. 3 തെരഞ്ഞെടുപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി ജയിച്ചിരിക്കുന്നു. അവരുടെ അജണ്ട നടപ്പാക്കുന്നതിലേക്ക് അവർ വളരെ സീരിയസ് ആയിട്ട് കടന്നിരിക്കുന്നു. അതിൻ്റെ ഇന്ത്യയിലെ പല ഭാഗത്തും
ഭാഗത്തും അതിൻ്റെ അനുരഞ്ജനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അതിനെ എങ്ങനെ സ്വീകരിക്കും? ജനാധിപത്യപരമായ പ്രതിഷേധം ഉയർത്താൻ അവർ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള 5-10 വർഷം വളരെ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. RSS BJPയുടെ അതേ അജണ്ട, അതേ സീരിയസ്നെസ്സോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ നമ്മുടെ രാജ്യം നമ്മളിപ്പോൾ കാണുന്ന ഭരണഘടനയോടുകൂടി ആയിരിക്കില്ല 2047 ഇന്ത്യ ഒരു വികസിത രാജ്യം ആവുക. അതേസമയം ജനാധിപത്യപരമായ ശബ്ദങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുകയും ജനങ്ങളിത് തിരിച്ചറിയുകയും അവർ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമായിരിക്കും. ഏതിനും BJPയെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നാളുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിൽ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ വളരെ ചെറുപ്പക്കാരനായ ഒരു പ്രസിഡന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് മാറും.